ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഇത് അദ്ദേഹം കേരളത്തിൽ UDFന് വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മനസ്സുകളെയും വഞ്ചിക്കുന്ന സമീപനമാണ്. ഡോക്ടർ MK മുനീറിന് എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസ്താവനയോടുള്ള അഭിപ്രായം? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, പറയേണ്ടതല്ലേ? ജമാഅത്തെ ഇസ്ലാമി പഴയ നിലപാടിൽ നിന്ന് മാറിയെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പോലും സമ്മതിക്കുന്നില്ല. അവർ മതരാഷ്ട്രവാദികളാണ്, ഒരു മതരാഷ്ട്രം വേണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് അവർ എന്നുള്ളതിന് അവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അവരുടെ ഒരുപാട് നിലപാടുകൾ, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായി ഇങ്ങനെ നിൽക്കുകയും ഇരിക്കുകയും നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇന്നലെയോ മിഞ്ഞാന്നുമല്ല, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകും. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെ? അത് മതവർഗീയവാദികളാണ് അതിന്റെ ഗുണഭോക്താക്കൾ. കേരളത്തിൽ BJPക്ക് പ്രചരണം നടത്താനുള്ള വളരെ ബോധപൂർവമായ ഒരു ആയുധം പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുകയാണ്. അത് നിലമ്പൂര് തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുന്ന പ്രശ്നമല്ല, നിലമ്പൂര് തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ല എന്നുള്ളത് ഇപ്പോൾ പൊതുവെ UDFനകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എന്താണിതിൽ ഡോക്ടർ MK മുനീറിന്റെ അഭിപ്രായം? ജമാഅത്തെ ഇസ്ലാമി പഴയിൽ നിന്ന് മാറി നല്ല കുട്ടിയായി എന്ന പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തോട് ഡോക്ടർ MK മുനീർ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പുസ്തകം എഴുതിയ ആളാണ്.